നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമയെ ആക്രമിച്ച് സ്വർണം കവർന്ന കേസിൽ വരന്തരപ്പള്ളി സ്വദേശികൾ ഉൾപ്പെടെ 4 പേർ പോലീസ് പിടിയിലായി. പുതുക്കാട് മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണോദ്ഘാടനത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. വെണ്ടൂർ ചുങ്കത്ത് സ്കൂട്ടർ ഇടിച്ച് അപകടം. മണ്ണമ്പേട്ട സ്വദേശികൾക്ക് പരിക്കേറ്റു. ദേശീയപാതയിൽ പാലേക്കരയിൽ മണലിയിൽ ചരക്ക് ലോറി മറിഞ്ഞ് അപകടം. ആർക്കും പരിക്കില്ല. ബസ്സിൽ മോഷണം നടത്തുന്ന തമിഴ് യുവതികളെ കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു. മറ്റത്തൂർ ഇറിഗേഷൻ കനാലിൽ വെള്ളമെത്തി. ആശ്വാസത്തിൽ കർഷകർ. വിശദമായ വാർത്തകളിലേക്ക്. മലപ്പുറം പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമയെ ആക്രമിച്ച് 3.5 കിലോ സ്വർണം കവർന്ന കേസിൽ വരന്തരപ്പള്ളി സ്വദേശികളായ 2 പേർ ഉൾപ്പെടെ 4 പേർ തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായി. വരന്തരപ്പള്ളി സ്വദേശികളായ സജിത്, സതീശൻ, നിഖിൽ, കണ്ണൂർ സ്വദേശികളായ പ്രബിൻലാൽ, ലിജിൻ, രാജൻ എന്നിവരാണ് പിടിയിലായത്. വാഹന പരിശോധനയ്ക്കിടെയാണ് 4 പേരും ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായത്. സഞ്ചരിച്ചിരുന്ന കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പിടിയിലായ 4 പേരെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. എന്നാൽ ഇവരുടെ കൈവശത്തു നിന്നും സ്വർണം കണ്ടുകിട്ടിയിട്ടില്ല. 5 പേർ കൂടി സംഘത്തിലുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇവർക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പെരിന്തൽമണ്ണയിൽ സ്കൂട്ടറിൽ പോകുകയായിരുന്ന ജ്വല്ലറി ഉടമയെ ആക്രമിച്ച് 2.5 കോടിയോളം വില വരുന്ന 3.5 കിലോ സ്വർണം കവർന്ന സംഘമാണ് പിടിയിലായത്. സ്കൂട്ടറിൽ പോകുകയായിരുന്ന പെരിന്തൽമണ്ണയിലെ MK ജ്വല്ലറി ഉടമ യൂസഫിനെയും സഹോദരൻ ഷാനവാസിനെയും പിന്തുടർന്ന് കാർ ഇടിച്ചു വീഴ്ത്തി മുളകുപൊടി സ്പ്രേ മുഖത്തടിച്ചാണ് പ്രതികൾ സ്വർണം കവർന്നത്. വ്യാഴാഴ്ച രാത്രി 8:30യോടെയായിരുന്നു സംഭവം. ജ്വല്ലറി മുതൽ തന്നെ കാർ പിന്തുടരുന്നുണ്ടായിരുന്നുവെന്ന് CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. സ്ഥാപനം ഓടിട്ടതായതിനാൽ ഉടമ ആഭരണങ്ങൾ വീട്ടിൽ കൊണ്ടുപോവുകയാണ് പതിവ്. ഇക്കാര്യം വ്യക്തമായി അറിയാവുന്നവരാണ് കവർച്ചയ്ക്ക് പിന്നിലുള്ളതെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. പുതുക്കാട് മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണോദ്ഘാടനത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ KM ബാബുരാജ്, EK അനൂപ്, TS ബൈജു, അജിത സുധാകരൻ, അശ്വതി വിബി, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അൽജോ പുളിക്കൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി സുധീർ, ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജു ഖാളിയങ്ങര തുടങ്ങിയ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരായ മുകുന്ദപുരം തഹസിൽദാർ സിമേഷ് സാഗു, പൊതുമരാമത്ത് വകുപ്പ് കെട്ടിടം വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിമേഷ് പുഷ്പൻ, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ജിനീഷ് KC, വിവിധ രാഷ്ട്രീയ പ്രതിനിധികളായ PK ശിവരാമൻ, സുധൻ കാരയിൽ, ഷീല ജോർജ്, ജിബിൻ പുതുപ്പള്ളി, MP പോളി, രാഘവൻ മുളങ്ങാട്ടിൽ, ജോർജ് താഴേക്കാടൻ, ഡേവിസ് വില്ലെടുത്തുകാരൻ, സിഗു കൈരളി എന്നിവർ പ്രസംഗിച്ചു. KK രാമചന്ദ്രൻ MLA ചെയർമാനും മുകുന്ദപുരം തഹസിൽദാർ ജനറൽ കൺവീനറുമായ വിപുലമായ സംഘടനാ സമിതി രൂപീകരിച്ചു. 101 സംഘാടക സമിതി രൂപീകരിച്ചു. പുതുക്കാട് മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണോദ്ഘാടനം ഡിസംബർ 7 വൈകിട്ട് 3 മണിക്ക് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. റവന്യൂ മന്ത്രി K രാജൻ മുഖ്യ അതിഥിയായി പങ്കെടുക്കും. ഈ സ്ഥലങ്ങൾ നൽകി അവസാനം മിനി സിവിൽ സ്റ്റേഷൻ ആരംഭിക്കുന്നതിലേക്കായി സ്ഥലം നീക്കിവെക്കുകയും ചെയ്തു. ഈ സർക്കാർ വന്നതിന് ശേഷം ആദ്യത്തെ ബഡ്ജറ്റിൽ 10 കോടി രൂപ നമുക്ക് മിനി സിവിൽ സ്റ്റേഷൻ MLAക്ക് ആകെ കിട്ടിയ 10 കോടി പൂർണ്ണമായിട്ടും. നമ്മളുടെ ഇന്നത്തെ മീറ്റിങ്ങിന്റെ ഉദ്ദേശം എല്ലാം മുഖ്യമായിട്ട് അറിയുന്ന ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാർ തന്നെയാണ് ഇവിടെ ഉള്ളത്. സിവിൽ സ്റ്റേഷൻ മിനി എന്ന പേര് സിവിൽ സ്റ്റേഷന്റെ മുന്നിൽ മാത്രമേ ഉള്ളൂ. ഇതിനുവേണ്ടി നമ്മൾ നടത്തി വന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ഏറെ കാലത്തെ ഒരു കാത്തിരിപ്പും ആഗ്രഹവും ഒരു മിനി സിവിൽ സ്റ്റേഷൻ സ്ഥാപിച്ച് നമ്മുടെ സർക്കാർ ഓഫീസുകളെല്ലാം ഒരു കൊടക്കീഴിൽ കൊണ്ടുവരുന്നുള്ള ആശയത്തിന്റെ അടിസ്ഥാനമാക്കിയാണ്
പുതുക്കാട് മണ്ഡലത്തിന്റെ ചിരകാല സ്വപ്നമായ മിനി സിവിൽ സ്റ്റേഷൻ എന്ന പദ്ധതി പൂവണിയാൻ വേണ്ടി പോവുകയാണ്. നേരത്തെ മന്ത്രിയും MLA യുമായി പ്രവർത്തിച്ച രവീന്ദ്രമാഷ് തുടങ്ങി വെച്ച പദ്ധതി. വെണ്ടൂർ ചുങ്കത്ത് സ്കൂട്ടർ ഇടിച്ച അപകടം, മണ്ണമ്പേട്ട സ്വദേശികൾക്ക് പരിക്കേറ്റു. കാൽനട യാത്രികനായ മഞ്ഞളി മാത്യു, സ്കൂട്ടർ യാത്രികനായ കോക്കാടൻ 19 വയസ്സുള്ള നിതിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച രാവിലെ 6 മണിയോടെയായിരുന്നു സംഭവം. നിയന്ത്രണം വിട്ട സ്കൂട്ടർ വഴിയാത്രക്കാരനെ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടർ യാത്രികൻ റോഡിലേക്ക് തെറിച്ചു വീണു. മാത്യുവിന് കാലിനാണ് പരിക്കേറ്റത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ നിതിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി. ദേശീയപാതയിൽ പാലീക്കര മണലിയിൽ ചരക്ക് ലോറി മറിഞ്ഞ അപകടം, ആർക്കും പരിക്കില്ല. വെള്ളിയാഴ്ച രാവിലെ 4:30യോടെയായിരുന്നു അപകടം. മണലിയിൽ നിന്നും എറവക്കാട് റോഡിലേക്ക് ഇറങ്ങുന്ന ഭാഗത്താണ് അപകടം. പ്ലൈവുഡ് കയറ്റി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്ന് രാവിലെ 4:30യോടെയായിരുന്നു അപകടം. ദേശീയപാതയിൽ നിന്നും എറവക്കാട് റോഡിലേക്ക് തിരിയുന്ന ഭാഗത്ത് വലിയ വളവും ഇറക്കവുമാണ്. വളവ് തിരിയുന്നതിനുള്ള വീതിയും ഇവിടെയില്ല. തിരിയുന്ന ഭാഗത്തെ ഒരു വശത്ത് ദേശീയപാതയും എറവക്കാട് റോഡും തമ്മിൽ വലിയ ഉയര വ്യത്യാസമുണ്ട്. ഇവിടെ അപകടങ്ങൾ ഒഴിവാക്കാൻ ദേശീയപാത അതോറിറ്റിയും മറ്റു വകുപ്പുകളുമൊന്നും ചെയ്യുന്നില്ലെന്ന ആരോപണം ശക്തമാണ്. ആമ്പല്ലൂർ പാലിയേക്കര പ്രദേശത്തെ മറ്റൊരു അപകട മേഖലയായി ഇവിടെ മാറിയിരിക്കുകയാണ്. ഇവിടേക്ക് വാഹനങ്ങൾ തിരിയാനായി ദേശീയപാതയിൽ നിൽക്കുന്നതും നിരവധി അപകടങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ബസിൽ മോഷണം നടത്തുന്ന തമിഴ് യുവതികളെ കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു. തൂത്തുക്കുടി തിരുച്ചെന്തൂർ കോവിൽ പാളയം സ്വദേശികളായ 27 വയസ്സുള്ള ഗായത്രി, 19 വയസ്സുള്ള അഞ്ജു എന്നിവരെയാണ് കൊടകരയിൽ നിന്ന് പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം മറ്റത്തൂർ സ്വദേശിനിയുടെ 21,500 രൂപയടങ്ങിയ പേഴ്സ് ബസ് യാത്രികയുടെ മോഷ്ടിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് യുവതികളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തത്. ബസ്സിൽ തിരക്കുണ്ടാക്കി അതിന്റെ മറവിൽ മോഷണം നടത്തുന്നതാണ് ഇരുവരുടെയും രീതിയെന്ന് പോലീസ് പറഞ്ഞു. കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിൽ ഇവർക്കെതിരെ മോഷണ കേസുകൾ ഉള്ളതായും പോലീസ് അറിയിച്ചു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. മറ്റത്തൂർ ഇറിഗേഷൻ കനാലിൽ വെള്ളമെത്തിയത് കർഷകർക്ക് ആശ്വാസം പകരുന്നു. ചാലക്കുടി ഇറിഗേഷൻ പദ്ധതിക്ക് കീഴിലുള്ള മറ്റത്തൂർ കനാലിൽ വെള്ളമില്ലാത്തതിനാൽ കനാൽ വെള്ളത്തെ ആശ്രയിച്ച് മുണ്ടകൻ കൃഷി ഇറക്കുന്ന കർഷകർ ദുരിതത്തിലായിരുന്നു. മറ്റത്തൂരിലെ മാങ്കുറ്റിപ്പാടം പാടശേഖരത്തിലാണ് പ്രധാനമായും കനാൽ വെള്ളത്തെ ആശ്രയിച്ച് കൃഷി ഇറക്കുന്നത്. ആഴ്ചകൾക്ക് മുൻപേ നിലമൊരുക്കി ഞാറ്റടി തയ്യാറാക്കി കർഷകർ കാത്തിരിപ്പ് തുടങ്ങിയെങ്കിലും കനാൽ വെള്ളം എത്താതിരുന്നത് കൃഷി വൈകിച്ചു. 10 ദിവസം മുമ്പ് കനാലിലേക്ക് വെള്ളം തുറന്നുവിട്ടിരുന്നു. എന്നാൽ ആറ്റപ്പള്ളി ഭാഗത്തുള്ള അണ്ടർ ടണലിന് സമീപം വെള്ളത്തിലൂടെ ഒഴുകി വന്ന മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി വെള്ളം കവിഞ്ഞൊഴുകിയതിനാൽ കനാൽ അടയ്ക്കുകയായിരുന്നു. വ്യാഴാഴ്ച രാത്രിയിലാണ് വീണ്ടും കനാലിലേക്ക് വെള്ളം തുറന്നുവിട്ടത്. വെള്ളം എത്തിയതോടെ ഞാറുനടിയിലടക്കമുള്ള കൃഷിപ്പണികൾ നടത്താനുള്ള തിരക്കിലാണ് മാങ്കുറ്റിപ്പാടത്തെ കർഷകർ. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിൽ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനോടനുബന്ധിച്ച് ഹരിത പ്രഖ്യാപനങ്ങൾ നടത്തി. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഹരിത വിദ്യാലയങ്ങൾ, ഹരിത സ്ഥാപനങ്ങൾ, ഹരിത അയൽക്കൂട്ടങ്ങൾ എന്നിവയുടെ പ്രഖ്യാപനം നടത്തി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ പൊതു ഇടങ്ങളിലൊന്നായ മാവിൻചുവട് സെന്ററിൽ ശുചീകരണ പ്രവർത്തികൾ നടത്തിയ വ്യാപാരി വ്യവസായി സംഘടനാ പ്രതിനിധികളെയും തണൽ സംഘടനയെയും അനുമോദിച്ചുകൊണ്ട് മാവിൻചുവട് സെന്ററിനെ ശുചിത്വ പൊതു ഇടമായി പ്രഖ്യാപിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അംഗം ജിഷ ഡേവിസ്, ക്ഷേമകാര്യ സ്ഥിരം സമിതി അംഗം മേരിക്കുട്ടി വർഗീസ്, അസിസ്റ്റന്റ് സെക്രട്ടറി TB സജിത, ഹരിത കേരള മിഷൻ RP ശ്രീദ, ഹെൽത്ത് ഇൻസ്പെക്ടർ ഷെജി, VEO KK ദീപക് എന്നിവർ സംസാരിച്ചു. ആളൂർ പ്രസാദവരനാഥ പള്ളിയിലെ തിരുനാളിനോടനുബന്ധിച്ചുള്ള ടൌൺ അമ്പ് ഈ മാസം 25-ന് വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ടൌൺ ചുറ്റി അമ്പ് എഴുന്നള്ളിപ്പ്, മുണ്ടത്തിക്കോട് രാഗദീപം, ചാലക്കുടി കൈരളി എന്നീ ടീമുകൾ പങ്കെടുക്കുന്ന ബാൻഡ് വാദ്യ മത്സരം, ചികിത്സാ സഹായ വിതരണം, 3 ആനകൾ അണിനിരക്കുന്ന എഴുന്നള്ളിപ്പ്, കുടമാറ്റം, മെഗാ ഷോ എന്നിവ ടൌൺ അമ്പ് ആഘോഷത്തിന്റെ ഭാഗമായി നടക്കും. വാർത്താ സമ്മേളനത്തിൽ റോയ് ജെ കളത്തിങ്കൽ, ഷാജു അരിക്കാട്ട്, ജോയ് മേച്ചേരി, ജോൺസൺ ബാലപ്പൻ എന്നിവർ പങ്കെടുത്തു. ആളൂർ ടൗൺ അമ്പ് എല്ലാ വർഷവും ആളൂർ പ്രസാദവരനാഥ ദേവാലയ തിരുനാളോടനുബന്ധിച്ച് പൂർവാധികം ഭക്തിയോടും ആഘോഷത്തോടും കൂടി ഈ വർഷം
2024 നവംബർ 25 തിങ്കളാഴ്ച ടൗണമ്പ് വളരെ സമുചിതമായി ആഘോഷിക്കുകയാണ്. പരമായിട്ട് തന്നെ എല്ലാ വർഷവും ആഘോഷിക്കുന്ന ഒരു ടൗണമ്പ് തന്നെയാണ് നമ്മൾ നടത്തിക്കൊണ്ടുവരുന്നത്. ആഘോഷങ്ങൾക്ക് അപ്പുറം നിന്നുകൊണ്ട് നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എല്ലാ വർഷവും സജീവമായി തന്നെ 1 ലക്ഷം രൂപയോളം നമ്മൾ സഹായങ്ങൾ വിതരണം ചെയ്യുന്ന കാര്യത്തിൽ മുൻപന്തിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രവർത്തിച്ചു വരുന്നത്. 4 ദിവസങ്ങളിലായി കൊടകരയിൽ നടന്നുവന്ന ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവം സമാപിച്ചു. സമാപന സമ്മേളനം കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ സമ്മാനദാനം നിർവഹിച്ചു. ചാലക്കുടി AEO PV നിഷ, PCCG M സുധീർ, MK ഡെയ്നി എന്നിവർ പ്രസംഗിച്ചു. ചാലക്കുടി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ചെണ്ടമേളം വിഭാഗത്തിൽ കൊടകര ബോയ്സ് ഹൈസ്കൂളിന് ഫസ്റ്റ് A ഗ്രേഡ് ലഭിച്ചു. കൊടകര ഡോൺ ബോസ്കോ സ്കൂളിലെ വേദിയിൽ നടന്ന മേള മത്സരത്തിൽ 3 ടീമുകളാണ് പങ്കെടുത്തത്. MA MHS കൊരട്ടി 2ാം സ്ഥാനവും LF കൊരട്ടി 3ാം സ്ഥാനവും കരസ്ഥമാക്കി. കൊടകര ബോയ്സ് ഹൈസ്കൂളിലെ 10ാം ക്ലാസ്സുകാരനായ NS ആര്യൻ, 9ാം ക്ലാസ്സുകാരൻ OV ആദിത് കൃഷ്ണ എന്നിവരാണ് ഇടംതല മേളമൊരുക്കിയത്. TU അഭിനവ്, PL അതുൽ കൃഷ്ണ എന്നിവർ വലംതലയിലും ES ധനുസ്, ആദിത്യൻ സുരേഷ്, ഭരത് കൃഷ്ണ PB എന്നിവർ ഇലത്താളം, കൊമ്പ്, കുറുംകുഴൽ എന്നിവയിലും അണിനിരന്നു. കൊടകര ഉണ്ണി, അധ്യാപകൻ ഋത്വിക്, അവിട്ടത്തൂർ രാകേഷ്, കൊടകര അർജുൻ എന്നിവരുടെ ശിക്ഷണത്തിലാണ് വിദ്യാർത്ഥികൾ പരിശീലനം നേടിയത്. പുതുക്കാട് മേരിമാത ICSE സ്കൂളിന്റെ 20ാം വാർഷികം ആഘോഷിച്ചു. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫെറോന പള്ളി വികാരി ഫാദർ പോൾ തേക്കാനത്ത് ഉദ്ഘാടനം ചെയ്തു. വികാരി ജനറൽ ഫാദർ മോൺസിഞ്ഞോർ ജോസ് വള്ളൂരാൻ അധ്യക്ഷനായിരുന്നു. ക്രിസ്തുദാസി സിസ്റ്റേഴ്സ് മദർ ജനറൽ സിസ്റ്റർ ടീന മുഖ്യ അതിഥിയായിരുന്നു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജു കളിയങ്കര, സ്കൂൾ മാനേജർ സിസ്റ്റർ TG, പ്രിൻസിപ്പാൾ സിസ്റ്റർ സാലി, PTA പ്രസിഡന്റ് KR രമ്യ, സ്കൂൾ ലീഡർ ഡേവി ഡോൺ ടാക്സൺ എന്നിവർ പ്രസംഗിച്ചു. കലാപരിപാടികളും സമ്മാനദാനവും നടത്തി. ഒരു കലാലയത്തിൻ്റെ അല്ലെങ്കിൽ ഈ സ്കൂളിൻ്റെ പ്രധാനപ്പെട്ട പാഠ്യേതര കാര്യങ്ങളും അനുബന്ധമായിട്ട് പാഠ്യ വിഷയങ്ങളൊക്കെ അതിൻ്റെ പരിസമാപ്തിയിലെത്തുന്ന സമയത്ത് തീർച്ചയായിട്ടും അഭിമന്യ പിതാവിൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ചെറിയ തോതിൽ ആരംഭിച്ച് പടിപടിയായി വളർന്ന് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു The 20th year. Today we mark a significant milestone, 20 years of nurturing young minds and shaping future. In this great occasion, I remember and pray for our founder, Emerita Archbishop. പെൻസിൽ കൊണ്ടും പിന്നീട് പെൻസിലിൽ നിന്ന് പേന കൊണ്ടും നമ്മൾ എഴുതി തുടങ്ങുന്നുണ്ട്. ഈ മാറ്റം എന്ന് പറയുന്നത് വെറുമൊരു മാറ്റമല്ല. ഈ 2 തലങ്ങളിലും ജീവിതത്തിൽ നമ്മളെ ഒത്തിരിയേറെ നല്ല പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. As we celebrate the milestone of our 20th anniversary, it is with great pride and joy that I present the 20th annual report of Merimada ICSE and ISC School. കഴിഞ്ഞ 20 വർഷക്കാലമായി ഈ വിദ്യാലയം ഇവിടെ പ്രവർത്തനം ആരംഭിക്കുകയും നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന തലങ്ങളിലുള്ള സിലബസോടുകൂടി വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയും ഈ മേരിമാതാ സ്കൂൾ രംഗത്ത് മാത്രമല്ല ശോഭിക്കുന്നത്, കഴിഞ്ഞ കാലഘട്ടങ്ങളിലുണ്ടായ കോവിഡ് മഹാമാരി, അതുപോലെ തന്നെ പ്രളയം, ആ കാലഘട്ടത്തിലൊക്കെ ഈ നാട്ടുകാർക്കൊരു താങ്ങും തണലുമായി നിന്ന സ്ഥാപനമാണ് മേരിമാതാ സ്കൂള്. ഏകദേശം 20 വർഷം മുൻപ് നമ്മുടെ ആരാധ്യനായ തൂങ്കുഴി പിതാവിൻ്റെ മനസ്സിൽ തോന്നിയൊരു ആശയമായിരുന്നു നമ്മുടെ പുതുക്കാട് പോലൊരു ഗ്രാമത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു സ്കൂള്. ഇപ്പോൾ 20 വർഷം കഴിഞ്ഞു നോക്കുമ്പോൾ To our teachers and staff, thank you for your hard work, dedication and love. You have nurtured us with wisdom and compassion, helping us to grow not only in knowledge. ചേട്ടാ, ബസ് വരാറായി, ഞാൻ പോവാ. ആ, ഞാനും വരുന്നു. എടാ, നീ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോ. നീ ആദ്യം അവൻ പല്ല് തേച്ചോന്ന് ചോദിക്കും.
2-3 ആഴ്ചയായിട്ട് ഈ ആനുവൽ ഡേ സെലിബ്രേഷന് വേണ്ടി അവർ ഒത്തിരിയേറെ ഓടി നടക്കുകയായിരുന്നു. പഠനത്തിനോടൊപ്പം തന്നെ മക്കളുടെ ഉള്ളിലെ കലാവാസന ഉണർത്തുവാൻ വേണ്ടി അവർ തങ്ങളുടെ സമയവും കഴിവെല്ലാം മാറ്റിവെച്ചിരുന്നു. ജില്ലാ പാചക മത്സരത്തിൽ വിജയിച്ച 2ാം കല്ല് ALP സ്കൂളിലെ പാചക വിദഗ്ധ പ്രേമ ബാബുവിനെ PTA നേതൃത്വത്തിൽ ആദരിച്ചു. യോഗം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് തോബി തൊട്ടിയാൻ അധ്യക്ഷനായി. സ്കൂൾ പ്രധാനാധ്യാപകൻ K നിക്സൺ പോൾ, പഠന സമുദായം സെക്രട്ടറി സാബു പായമ്മൽ, MPTA പ്രസിഡന്റ് ശ്രുതി നിഖിൽ, സ്റ്റാഫ് സെക്രട്ടറി നിബിത ജോൺ എന്നിവർ പ്രസംഗിച്ചു. മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നാടൻ പാട്ട് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയാണ് പഠനാനുഭവ പ്രവർത്തനങ്ങൾ ക്ലാസ് മുറിയിൽ ഈണവും താളവുമായപ്പോൾ എന്ന ക്യാപ്ഷനോടെ വിദ്യാർത്ഥികളുടെ നാടൻ പാട്ട് ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. പാഠ്യേതര പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ക്ലാസ് റൂം വേദിയായി കുട്ടികളുടെ നാടൻ പാട്ട് അരങ്ങേറിയത്. അവതരണം മാത്രമല്ല, പാട്ടിനൊപ്പം താളമിട്ടും ചുവടുകൾ വെച്ചും നാടൻ പാട്ട് ആസ്വദിച്ചാണ് കുട്ടികൾ അവതരിപ്പിച്ചത്. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡിലെ റോഡുകളിലെ കുഴികൾ അടച്ച് സഞ്ചാരയോഗ്യമാക്കി. പുതുക്കാട് ഹോളിഡേ പാർക്കിന് മുൻവശത്തുള്ള റോഡ്, ബസാർ ഹോസ്പിറ്റൽ റോഡ്, അഞ്ചങ്ങാടി തങ്കപ്പമേനോൻ എന്നീ റോഡുകളിലെയാണ് കുഴികൾ അടച്ചത്. റോഡരികിലെ കാടുകളും നീക്കം ചെയ്തു. പഞ്ചായത്ത് അംഗം സെബി കുടിയൻ തന്റെ ഓണവേറിയം ഉപയോഗിച്ചാണ് റോഡ് സഞ്ചാരയോഗ്യമാക്കിയത്. അതിരപ്പിള്ളിയിൽ വനപാലകർക്ക് നേരെ കാട്ടാന ആക്രമണം. വനപാലകർ സഞ്ചരിച്ചിരുന്ന ജീപ്പ് കാട്ടാന കുത്തിമറിച്ചിട്ടു. 2 ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. അതിരപ്പിള്ളി കുണ്ടൂർമേട് ഉമ്മർ ചപ്പാത്തിലായിരുന്നു സംഭവം. 3 ദിവസം വനത്തിനുള്ളിൽ താമസിച്ചുള്ള ഉൾക്കാട് പരിശോധനയ്ക്കു ശേഷം മടങ്ങിയ കണ്ടംകുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥ സംഘത്തിന്റെ ജീപ്പിനു നേരെയാണ് കാട്ടാന പാഞ്ഞെടുത്തത്. പലതവണ ജീപ്പിൽ കുത്തിയ കാട്ടാന ഒടുവിൽ ജീപ്പ് മറിച്ചിട്ടു. 6 വനം വകുപ്പ് ജീവനക്കാരാണ് ജീപ്പിലുണ്ടായിരുന്നത്. ഇതിൽ 2 പേർ പുറത്തേക്ക് തെറിച്ചു വീണു. ഇതിൽ ഒരാളെ കാട്ടാന തട്ടുകയും ചെയ്തു. ജീപ്പിനുള്ളിൽപ്പെട്ട 4 പേർക്കും പുറത്തേക്ക് തെറിച്ചു വീണ 2 പേർക്കും പരിക്കുണ്ട്. ഇതിൽ പുറത്തേക്ക് തെറിച്ചു വീണവർക്കാണ് കാര്യമായി പരിക്കേറ്റത്. ഉദ്യോഗസ്ഥർ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലെത്തി ചികിത്സ തേടി. പ്രശസ്ത എഴുത്തുകാരൻ ഓംചേരി NN പിള്ള അന്തരിച്ചു. 100 വയസ്സായിരുന്നു. ദില്ലി സെന്റ് സ്റ്റീഫൻസ് ആശുപത്രിയിലായിരുന്നു അന്ത്യം. കേരളപ്രഭ, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. ആകസ്മികം എന്ന ഓർമ്മക്കുറിപ്പിന് 2020 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും നേടിയിട്ടുണ്ട്. 1951 ആകാശവാണിയിൽ ഉദ്യോഗസ്ഥനായി ദില്ലിയിലെത്തി. 7 പതിറ്റാണ്ടുകാലം ദില്ലി മലയാളികൾക്കിടയിൽ സജീവ സാന്നിധ്യമായിരുന്നു ഓംചേരി NN പിള്ള. കൊടകരയിലെ സ്നേഹ മ്യൂസിയം സംഘടിപ്പിച്ച സ്നേഹലേഖന മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും സമ്മാനാർഹമായ കത്തുകളുടെ പ്രദർശനവും ശനിയാഴ്ച നടക്കുമെന്ന് മ്യൂസിയം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈകുന്നേരം 5-ന് നടൻ VK ശ്രീരാമൻ ഉദ്ഘാടനം ചെയ്യും. ഇതോടനുബന്ധിച്ച് ഗായകരായ ശ്രീനി പാലക്കൽ, ശശി മേനോൻ എന്നിവർ സ്നേഹഗാനങ്ങളുടെ ആലാപനവും നടത്തും. വാലന്റൈൻ ദിനമായ ഫെബ്രുവരി 14 വരെ സ്നേഹലേഖനങ്ങളുടെ പ്രദർശനം മ്യൂസിയത്തിലുണ്ടാകും. മ്യൂസിയം ക്യൂറേറ്റർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ, VP ലിസൺ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ ഒക്ടോബറിൽ മ്യൂസിയം ഒരു സ്നേഹലേഖന മത്സരം സംഘടിപ്പിച്ചിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ കൈകൊണ്ട് കത്തുകൾ എഴുതുന്ന ഒരു കല തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, അവർ മനസ്സിലുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാലത്ത് അതിനുള്ളൊരു വേദി ഒരുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് മ്യൂസിയം ഒരു സ്നേഹലേഖന മത്സരം സംഘടിപ്പിച്ചത്. വളരെ നല്ലൊരു റെസ്പോൺസാണ് എല്ലാവരും ഉണ്ടായത്. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഒരു 100-ലധികം സ്നേഹലേഖനങ്ങൾ ലഭിക്കുകയുണ്ടായി. അതിൽ നിന്ന് ഞങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് നടത്തി. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ ആൾമറയില്ലാത്ത കിണറ്റിൽ വീണ് കാട്ടുപന്നി ചത്തു. വെട്ടുകാട് പുത്തൻകാട് സ്വദേശി വാഴവളപ്പിൽ ഗോപിയുടെ കിണറ്റിലാണ് കാട്ടുപന്നി വീണത്. വെള്ളിയാഴ്ച പുലർച്ചെയാണ് സംഭവം. കാട്ടുപന്നിയെ പുറത്തെത്തിച്ച് മറവു ചെയ്തു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മേൽ നടപടികൾ സ്വീകരിച്ചു.
നന്ദിക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബാലകലോത്സവം 2024 നാരങ്ങ മിഠായി ശനിയാഴ്ച രാവിലെ 9:30 നടക്കും. പുഞ്ചിരി മത്സരം, പ്രച്ഛന്നവേഷം, ഗ്രൂപ്പ് ഡാൻസ് എന്നീ മത്സരങ്ങൾ കലോത്സവത്തിന്റെ ഭാഗമായിട്ടുണ്ടാകും. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും വർധന. 640 രൂപയാണ് വർദ്ധിച്ചത്. 57,800 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് 80 രൂപയാണ് കൂടിയത്. 7,225 രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില. 5 ദിവസത്തിനിടെ പവന് 2,300 രൂപ തിരിച്ചുകയറി. ഈ മാസത്തിന്റെ തുടക്കത്തിൽ 59,080 രൂപയായിരുന്നു സ്വർണ്ണവില. പിന്നീടുള്ള ദിവസങ്ങളിൽ ഇടിയുന്നതാണ് കണ്ടത്. 14-ന് 55,480 രൂപയായി താഴ്ന്ന് ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലേക്കും സ്വർണ്ണവില എത്തി. പിന്നീട് സ്വർണ്ണവില തിരിച്ചുകയറുന്നതാണ് ദൃശ്യമായത്. അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങളാണ് സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നത്. തലമുടി കൊഴിച്ചിൽ മാറ്റാനും മുടി വളരാനും സഹായിക്കുന്ന ഒന്നാണ് റോസ്മേരി ഓയിൽ. റോസ്മേരി ഓയിൽ തലയോട്ടിയെ ഹൈഡ്രേറ്റ് ചെയ്യുകയും pH ലെവൽ ബാലൻസ് ചെയ്യുകയും ചെയ്യുന്നു. റിപ്പോർട്ട് കാണാം. മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ, ആന്റി ഇൻഫ്ലമേറ്ററി സംയുക്തങ്ങൾ, അവശ്യ പോഷകങ്ങൾ എന്നിവയാൽ സമ്പന്നമാണ് റോസ്മേരി ഓയിൽ. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം കാർനോസിക് ആസിഡ് എന്ന ഘടകമാണ്. ഇത് നമ്മുടെ നശിച്ചു പോകുന്ന കോശങ്ങളെ പുനർജീവിപ്പിച്ച് തലമുടിക്ക് ഗുണം നൽകും. തലയോട്ടിയിലെ രക്തചംക്രമണം മെച്ചപ്പെടുത്താനും മുടി കൊഴിച്ചിലിനെ തടയാനും കരുത്തുറ്റ മുടി വളരാനും റോസ്മേരി ഓയിൽ സഹായിക്കും. ഇവയുടെ ആന്റി ഓക്സിഡന്റ്, ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ താരനെ അകറ്റാനും തലമുടി പൊട്ടിപ്പോകുന്ന അവസ്ഥയെ തടയാനും മുടി തഴച്ചു വളരാനും സഹായിക്കുന്നു. അകാലനരയെ തടയാനും റോസ്മേരി ഓയിൽ ഉപയോഗിക്കുന്നത് ഗുണം ചെയ്യും. തലയോട്ടിയെ ഹൈഡ്രേറ്റ് ചെയ്ത് നിലനിർത്താനും pH ലെവൽ ബാലൻസ് ചെയ്യാനും ഇവ സഹായിക്കും. ഇതിനായി റോസ്മേരി ഓയിൽ തലയിൽ പുരട്ടി മസാജ് ചെയ്യാം. 20 മിനിറ്റിന് ശേഷം കഴുകിക്കളയാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്ത് ഇതിൽ 5-6 തുള്ളി റോസ്മേരി ഓയിൽ ചേർത്ത് ശിരോചർമ്മത്തിൽ പുരട്ടുന്നതും ഗുണം ചെയ്യും. റോസ്മേരി ഓയിലിനൊപ്പം ആവണക്കെണ്ണ ചേർത്ത് ഉപയോഗിക്കുന്നതും നല്ലതാണ്. കാലാവസ്ഥ. കൂടിയ ചൂട് 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 23 ഡിഗ്രി സെൽഷ്യസ്. പുതുക്കാട് സബ്സ്റ്റേഷനിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ശനിയാഴ്ച രാവിലെ 8 മുതൽ വൈകിട്ട് 4 വരെ പുതുക്കാട് ടൗൺ, ചിന്മിനി, ചെറുവാൾ, കല്ലൂർ, ചെങ്ങാലൂർ, ആമ്പല്ലൂർ, പാലപ്പിള്ളി, അളഗപ്പ നഗർ ഫീഡറുകളിൽ വൈദ്യുതി വിതരണം മുടങ്ങും. തൃശൂർ ഗവൺമെന്റ് ഡെന്റൽ കോളേജിലെ OMFS, പെരിയോഡോണ്ടിക്സ്, കൺസർവേറ്റീവ് ഡെന്റിസ്ട്രി വിഭാഗങ്ങളിൽ സീനിയർ റെസിഡന്റുമാരുടെ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു. PG ആണ് യോഗ്യത. ഉദ്യോഗാർത്ഥികൾ ഡെന്റൽ കൌൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, യോഗ്യത, മുൻപരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സഹിതം നവംബർ 26 രാവിലെ 11-ന് അഭിമുഖത്തിനായി കോളേജിൽ എത്തിച്ചേരണം. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7,225 രൂപ, പവന് 57,800 രൂപ. മുപ്ലിയം വൈഷ്ണവി നിവാസിൽ തിരുനിലത്തിൽ പരേതനായ ശ്രീധരൻ മേനോൻ ഭാര്യ കുറുവത്ത് ലളിത അന്തരിച്ചു. 72 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വിനായകൻ, ഗംഗാധരൻ എന്നിവർ മക്കളും താനിയ, വിദ്യ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമയെ ആക്രമിച്ച് സ്വർണം കവർന്ന കേസിൽ വരന്തരപ്പള്ളി സ്വദേശികൾ ഉൾപ്പെടെ 4 പേർ പോലീസ് പിടിയിലായി. പുതുക്കാട് മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണോദ്ഘാടനത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. വെണ്ടൂർ ചുങ്കത്ത് സ്കൂട്ടർ ഇടിച്ച് അപകടം, മണ്ണമ്പേട്ട സ്വദേശികൾക്ക് പരിക്കേറ്റു. ദേശീയപാതയിൽ പാലേക്കരയിൽ മണലിയിൽ ചരക്ക് ലോറി മറിഞ്ഞ് അപകടം, ആർക്കും പരിക്കില്ല. ബസ്സിൽ മോഷണം നടത്തുന്ന തമിഴ് യുവതികളെ കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു. മറ്റത്തൂർ ഇറിഗേഷൻ കനാലിൽ വെള്ളമെത്തി, ആശ്വാസത്തിൽ കർഷകർ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്.
പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.